ഇത് യോപ്പയിൽ നിന്ന് പത്രോസ് വന്ന് ഈ കൊർന്നല്യോസിനോട് പറയണം. അവൻ പറഞ്ഞാൽ കൊർന്നല്യോസ് രക്ഷിക്കപ്പെടും. The ages where there was no car, no motor vehicles at all, but it is sure that, and that day God has deliberately put an effort to say that Peter must and should come to the house of Cornelius, and there will be a deliverance. ഇവിടെ കൊർന്നല്യോസിന്റെ അടുത്തൊരു ദൂതൻ നിപ്പുണ്ട്. ഈ ദൂതൻ അങ്ങ് പറഞ്ഞാ പോരെ, ഇത്രയും ദൂരെ നിന്ന് പത്രോസ് വരണോ, അവിടുന്ന് ഇത്രയും ദൂരം വരണോ? Sometimes I think it would have been very easy for the angel of the Lord to say, just come and do it, or even he can say a word, it will be healed. നമുക്കൊരു പാട്ടില്ലേ, There's a song. ദൂതർക്കും കൂടെ അവകാശം ലഭ്യമാവാതുള്ള രക്ഷ ദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. പാടുമ്പോ നമ്മൾ ഇത്ര ഓർക്കാറില്ല. When we sing, we don't get the depth of it. ഈ കൊർന്നല്യോസ് എന്ന പട്ടാളക്കാരന്റെ യോഗ്യതകള് അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. If you want to see the qualifications, criteria of Cornelius, you can see in the book of Acts. ഇയാൾ സാധാരണക്കാരനായ ഒരു മനുഷ്യനല്ല. He is not a common man. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ. He is a man of prayer. ധർമ്മം കൊടുക്കുന്നയാള്. He is a man of charity. നമ്മളങ്ങനെ ധർക്കുന്നവര് പ്രാർത്ഥിക്കുകയല്ല, പ്രാർത്ഥിക്കുന്നവരോട്ട് അർത്ഥം. We are just the opposite. If we give charity, we are not the prayerful man. If we are the prayerful man, we are not giving the charity. ദർശനം കാണുന്ന മനുഷ്യൻ. And he is a visionary and a man who seeks God's vision. 4, തന്റെ മുഴുവൻ ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നു. എന്ത് ഭാഗ്യമാ. The 4th one, he is a man of fear along with his household. പക്ഷെ ഇത്രയും ക്വാളിറ്റി ഈ മനുഷ്യൻ ഉണ്ടെങ്കിലും, but even if he has this many qualities, ഇയാൾക്ക് നിത്യതയിൽ എത്താനുള്ളത് മാത്രം പുള്ളി ചെയ്തിട്ടില്ല. There is something that is left over in him that he didn't do anything for to reach the heaven. എനിക്ക് ദൈവത്തിന്റെ ആത്മാവ് മനസ്സിലാക്കി തന്നൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. There is something the Lord has shown me. ഞാൻ 30 വർഷത്തോളമായിട്ട് തിരുവചനം പഠിപ്പിക്കാൻ ദൈവം കൃപ നൽകിയ ഒരു മനുഷ്യനാണ്. By God's grace, last 30 years God has given me the grace to teach. അതുകൊണ്ട് എന്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിച്ചൊരു കാര്യം ഞാൻ പറയാം. That was something God has reminded me of. ജാതി ഏതായാലും മതം ഏതായാലും വർഗം ഏതായാലും ആരായാലും നന്മ ചെയ്താൽ നീതിയുള്ള ദൈവം അതിന് പ്രതിഫലം കൊടുക്കും. So whatever caste, creed, color that you belongs to, if you do charity, God will definitely honor you. കരയുന്നവരുടെ കണ്ണുനീർ ഒപ്പിയവർക്കും നഗ്നർക്ക് വസ്ത്രം കൊടുത്തവർക്കും വിശന്നവർക്ക് ഭക്ഷണം കൊടുത്തവർക്കും ദൈവം പ്രതിഫലം കൊടുക്കും. ആരായാലും if you ever reach your hands to wipe off the tears of someone, God will definitely honor you, that is for sure. പക്ഷേ ഈ പ്രതിഫലം വാങ്ങാൻ ഈ ആൾ അവിടെ ചെല്ലണം. But in order to receive the gift, you should be there. സ്വർഗം കൊർന്നല്യോസിനോട് പറയാ, നിനക്ക് ഒരുപാട് പ്രതിഫലം സ്വർഗത്തിലുണ്ട്, പക്ഷെ ഒരു ചെറിയ പ്രശ്നം പറ്റി, ഇത് വാങ്ങാൻ നീ അവിടെ വരാനുള്ളത് മാത്രം ഇതുവരെ സംഭവിച്ചിട്ടില്ല. Correlate, it is true that you have done many things in God's name, but in order to receive it, you are not done things that you should be there. അതിന് ഒരുപാട് വഴികളില്ല, ഒരു വഴിയേ ഉള്ളൂ. There's not too many ways, there is one and only way. ആ വഴിയാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ച് നിങ്ങളെ നിയോഗിച്ചയക്കുമ്പോൾ അതിന്റെ താക്കോൽ സ്വർഗ്ഗം നിങ്ങളുടെ കരങ്ങളിൽ നൽകുകയാണ്. That's the way we want to preach, and that's the key of the way we wanted to even hand it over to each one of you. അതാണ് കർത്താവ് പറഞ്ഞത്, ദൈവരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിന്റെ കയ്യിൽ തരുവാ. That's the reason God has said, I've been handing over the key of the kingdom of God in your hands. നീ തുറന്നാൽ അത് തുറക്കപ്പെടും. If you open, it will definitely be open. ഇന്ന് പകൽ ഈ വെളിപ്പാട് നിന്റെ അകത്ത് പ്രാപിച്ചാൽ, if you receive this revelation in your heart, നിന്റെ സഭയ്ക്ക് നീ ഒരു and അനുഗ്രഹമായിരിക്കും. you will be a blessing to your church. നിന്റെ ദൈവദാസന്മാർക്ക് നീ ഒരു കൈത്താ. You will be a hand of help towards the servant of the Lord. ദൈവരാജ്യത്തിന് നീ ഒരു മുതൽക്കൂട്ടായിരിക്കും. And you will be add-on blessing to the kingdom of the Lord. ഭക്ഷണത്തിന് വേണ്ടി വിശന്ന് പത്രോസ് മേലിലിരിക്കുക. When Peter was hungry and he was waiting upon the upper home, പത്രോസ് റെഡി ആയിട്ടില്ല. and he was not ready. യഹൂദനല്ലാത്ത ഒരാളോട് സുവിശേഷം പറയാൻ പത്രോസ് റെഡി ആയിട്ടില്ല. And he was not ready for preaching the word of God into one who is not a Jew. ആ ഒരു പണിയപ്പെടലാണ് കഴിഞ്ഞ ഒരു വർഷം ഇതിനകത്ത് നടന്നത്. That is the preparation that you have been doing for the last 1 year. സ്വർഗ്ഗം പത്രോസിന് ഒരു ദർശനം കാണിച്ചു. The heaven has opened and shown a vision to him, വിശന്നിരിക്കുക. and he was hungry. ഒരു വലിയ പാത്രം,
there was a Lord, there was a top, സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. and it was handed from the ഇതിനകത്ത് heaven, എല്ലാ നാനാജാതി മൃഗങ്ങളും ഉണ്ട്. and there was plenty of animals from different caste creeds, ഞാൻ പറഞ്ഞു, and God has said, eat it. പത്രോസ് പറഞ്ഞു, കർത്താവേ ഞാൻ And Lord said, no. He said, no, Lord. ഞാൻ എന്റെ ഭാഷ പറയാം. ये है दुनिया का सबसे चिपकू और मजबूत वाटरप्रूफ ग्लू।